തിരുവല്ലയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. തിരുവല്ല ഈസ്റ്റ് ഓതറ സ്വദേശി മനോജാണ് മരിച്ചത്. ആക്രമണം നടത്തിയ അയൽവാസിയും ബന്ധുവുമായ രാജനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. പരിക്കേറ്റ രാജനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ശ്രീ കെ അഭിലാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അഭിലാൽ, എന്താണ് സംഭവം? എന്തിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു? മനോജും രാജനും ഇന്നലെ വൈകുന്നേരം തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. മദ്യപിച്ച് ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം ഇരുവരും പിരിഞ്ഞുപോയി. ശേഷം മനോജ് പിന്നീട് രാത്രി ഏറെക്കുറെ 10:45 രാജന്റെ വീട്ടിലേക്ക് എത്തുകയും വീണ്ടും ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും അടിപിടിയിലേക്ക് കാര്യങ്ങൾ എത്തുകയുമായിരുന്നു. ഇതിനിടെ വെറ്റില മുറുക്ക് ചെല്ലത്തിൽ സൂക്ഷിച്ചിരുന്ന കത്തി ഉപയോഗിച്ച് രാജൻ മനോജിനെ ആക്രമിക്കുകയായിരുന്നു. ഈ പരസ്പരമുള്ള അക്രമത്തിൽ രാജനും പരിക്കേറ്റിരുന്നു. അതേസമയം തന്നെ ഗുരുതരമായി പരിക്കേറ്റ മനോജ് മരണമടയുകയാണ് ഉണ്ടായത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയാതിരിക്കുകയാണ് ഉണ്ടായത്. അതേസമയം പരിക്കേറ്റ രാജനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവിടെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഉള്ളത്. രാജന്റെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പണം പിൻവലിക്കുന്നതിനായി മനോജിന്റെ മകന്റെ കൈവശം ATM കാർഡ് നൽകിയിരുന്നു. ഇങ്ങനെ പിൻവലിച്ച തുകയിൽ ഒരു വിഭാഗം പണം മനോജിന്റെ മകൻ തട്ടിയെടുത്തു എന്നുള്ള ആക്ഷേപം രാജന്റെ കുടുംബത്തിനുണ്ടായിരുന്നു. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലഭ്യമായ തുകയും ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ള ആക്ഷേപം രാജന്റെ കുടുംബാംഗങ്ങൾക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് തർക്കത്തിനും പിന്നീട് തമ്മിൽ അടിയിലും കൊലപാതകത്തിലേക്കും കാര്യങ്ങളെ എത്തിച്ചതെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം.